ഹലോ ഗൈസ്, അപ്പോൾ ഇന്നെൻ്റെ വെറുതെ പോയൊരു ദിവസം കണ്ടല്ലോ. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ പോയി വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു 7 മണി ആയപ്പോഴത്തേക്കൊക്കെ ഞാൻ എണീറ്റ് വരും. രാവിലെ എണീറ്റിട്ട് കട്ടൻ ഇടാനുള്ള എൻ്റെ ഡെയിലി റൂട്ടീൻ അതാണ്. കട്ടൻ പാൽച്ചായ അങ്ങനെ ഞാൻ കുടിക്കാറില്ല. അങ്ങനെ കട്ടൻ ഇടാൻ വെച്ചിട്ട് വെളിയിലോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും അച്ഛൻ പശുക്കളെ കുളിപ്പിക്കാനായിട്ടുമൊക്കെ വെളിയിലോട്ട് പോകാൻ കണ്ടു. പിന്നെ ഞാൻ അമ്മയായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരാൾ ഇതാ ഇപ്പോൾ വരും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ അപ്പം ചുട്ട് ഓരോന്ന് ഞാൻ കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടെ അമ്മ മുട്ടക്കറിയുടെ പരിപാടിയും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറിയാണ് എൻ്റെ അതെല്ലാം സെറ്റാക്കി ഞാൻ പല്ല് തേക്കാൻ ഇറങ്ങി. എൻ്റെ ഒരു ഡേയിൽ നൈറ്റിൽ ഉറക്കം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഈ ബ്രഷ് ചെയ്യുന്ന സമയം. ഇവിടെ അപ്പുറം വയലാണ്, അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഈ വെള്ള പശുവും ഈ കറുത്ത പശുവും ഞങ്ങളുടെ വീട്ടിലാണ്. പിന്നെ അച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട്, അതാ നിൽക്കുന്ന പശുവിന് പോച്ച പറിക്കുകയാണ്. അച്ഛൻ എന്നും രാവിലെ ചെയ്യുന്ന ജോലിയാണത്, അച്ഛൻ്റെ ജോലിയാണത്. പിന്നെ ഇവിടെയൊക്കെ ഈ സമയത്ത് നല്ല കാറ്റായതുകൊണ്ട് എനിക്ക് എത്ര നേരം ഇരുന്നാലും പല്ല് വെച്ച് കഴിയത്തില്ല. അങ്ങനെ കുറേ ഇലയൊക്കെ വെച്ച് അപ്പുറത്തോട്ട് കലങ്കാണ് ഇവിടെ പോകുന്ന ഈ ഇല അപ്പുറത്തൂടെ നമുക്ക് പോയി കാണാൻ സാധിക്കും. അങ്ങനെ ചേട്ടനൊക്കെയുള്ള സമയത്ത് കുറേ നേരം ഇവിടെ വന്നിരിക്കും. പിന്നെ ഇവിടെ താമരയുണ്ട്. ഇത് ഫുള്ള് താമരയാണ്, വെള്ളത്താമരയാണ്. അതെ, ഞാൻ വന്ന സമയത്തൊക്കെ നല്ല ഇഷ്ടംപോലെ വലുതായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മൊട്ടാണ്, കുഞ്ഞു കുഞ്ഞു മൊട്ടുകളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടല്ലേ, ഇത് ഈ മൊട്ട്. അച്ഛാ ഹായ് ആണീര്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. അച്ഛനൊക്കെ ഇടയ്ക്ക് വരാലൊക്കെ പിടിച്ചുകൊണ്ട് വരലാണ്. പിന്നെ പല്ല് തേപ്പൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ എന്നത്തെയും പോലെ കുളിക്കാനുള്ള പരിപാടിയാണ്. 2 ദിവസമായി ഞാൻ തല നനച്ചിട്ട്, 2 ദിവസം കൂടുമ്പോഴാണ് തല കുളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എണ്ണ തേച്ച് കുളിക്കാം, തല നനച്ച്. അങ്ങനെ എണ്ണയൊക്കെ തേച്ചപ്പോൾ കുളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് ട്രാൻസിഷൻ? പിന്നെ കുറേ നേരം ഫോണിൽ കളിച്ച് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഒരു പേപ്പർ പെൻസിലും എടുത്തിട്ട് ഒരു കൃഷ്ണനെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അവസാനം അതിങ്ങനായി.